കോഴിക്കോട് വടകരയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കെത്തിയ ബിഎസ്എഫ് ജവാനെ സഹപ്രവർത്തകൻ വെടിവെച്ചുകൊന്ന സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം രൂപീകരിച്ചത്. രാജസ്ഥാൻ സ്വദേശി രാംഗോപാലിനെ യുപി സ്വദേശിയായ സഹപ്രവർത്തകൻ ഉമേഷ് യാദവാണ് വെടിവെച്ചുകൊന്നത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സൗമ്യ, കോഴിക്കോട് വടകരയിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തിയ BSF ഇൻസ്പെക്ടർ രാംഗോപാൽ മീണ കഴിഞ്ഞ ദിവസമാണ് സഹപ്രവർത്തകന്റെ വെടിയേറ്റ് മരിച്ചത്. ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കഴിഞ്ഞു. വടകര ഡിവൈഎസ്പി പ്രജീഷ് തോട്ടത്തിന്റെ നേതൃത്വത്തിലാണ് സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വെടിവെപ്പ് നടന്ന ക്യാമ്പ് ഓഫീസും പരിസര പ്രദേശങ്ങളിലും ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള പോലീസ് സംഘം എത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി ക്യാമ്പിനകത്തുണ്ടായ തർക്കത്തിനൊടുവിൽ രാംഗോപാൽ മീണയെ സഹപ്രവർത്തകനായ ഉത്തർപ്രദേശ് സ്വദേശി ഉമേഷ് യാദവ് വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനുശേഷം തോക്കുമായി അയാൾ കടന്നു കഴിഞ്ഞു. പ്രതിക്ക് വേണ്ടി തിരച്ചിലിന് പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ മീണയുടെ മൃതദേഹം വടകര ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയതിനു ശേഷം മാത്രമേ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കൂ. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. നിർണായകമായ ഡിജിറ്റൽ തെളിവുകൾ സരിത ഇന്ന് സോളാർ കമ്മീഷന് കൈമാറും. കേരളം ഞെട്ടുന്ന തെളിവുകളാണ് ഇന്ന് കമ്മീഷന് കൈമാറുക എന്ന് സരിത നേരത്തെ പറഞ്ഞിരുന്നു. സോളാർ കേസിലെ ഗൂഢാലോചനയുടെ ശബ്ദരേഖ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ കഴിഞ്ഞ ദിവസം കമ്മീഷന് കൈമാറിയിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, AP അനിൽകുമാർ, KC വേണുഗോപാൽ MP തുടങ്ങി 14 ഉന്നതർ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് സരിത കമ്മീഷനെ അറിയിച്ചിരുന്നു. ഉന്നതർ പീഡിപ്പിച്ചുവെന്നതിന് പുറമെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക തട്ടിപ്പുകളടക്കം പ്രതിപാദിക്കുന്ന സരിതയുടെ കത്തും കമ്മീഷനിൽ ഹാജരാക്കിയിരുന്നു. കത്തിലെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന നിർണായക ഡിജിറ്റൽ തെളിവുകളാണ് സരിത ഇന്ന് കമ്മീഷന് കൈമാറുക. മല്ലേലിൽ ശ്രീധരൻ നായരും താനും ചേർന്ന് മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ചെന്ന് കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്നും അത് കമ്മീഷന് കൈമാറുമെന്നും സരിത അറിയിച്ചിരുന്നു. കേരളത്തിന് താങ്ങാൻ കഴിയാത്ത തെളിവായിരിക്കും ഇന്ന് കമ്മീഷന് കൈമാറുകയെന്നും സരിത നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 2 പെൻഡ്രൈവുകളും പ്രധാന വിവരങ്ങളടങ്ങിയ 2 ഫയലുകളുമാണ് സരിത കഴിഞ്ഞ ദിവസം കമ്മീഷന് കൈമാറിയത്. മുഖ്യമന്ത്രിക്ക് തന്നെ അറിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണവും സോളാർ കേസിലെ ഗൂഢാലോചനയുടെ 3 മണിക്കൂറോളം വരുന്ന ഡിജിറ്റൽ തെളിവുകളുമാണ് കമ്മീഷന് കൈമാറിയതെന്നും സരിത വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആര് ഭരിക്കും എന്ന കാര്യത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന മേഖലയാണ് തിരുവിതാംകൂർ മേഖല. തിരുവിതാംകൂർ മേഖലയിൽ നിന്ന് 20ലേറെ സീറ്റുകൾ നേടുന്ന മുന്നണി കേരളം ഭരിക്കുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിന് 3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൂട്ടലിലും കിഴിക്കലിലുമാണ് മുന്നണികൾ. ചൂണ്ടുവിരലിൽ മഷിപുരളാൻ ഇനി 72 മണിക്കൂറിൽ താഴെയുള്ളൂ. നേതാക്കന്മാരുടെയും സ്ഥാനാർത്ഥികളുടെയും ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ കഴിയുന്ന യന്ത്രം ശാസ്ത്രലോകം ഇനിയും കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാൽ സർവേ ഫലങ്ങളും കൂട്ടിക്കിഴിക്കലിലുമാണ് രാഷ്ട്രീയ പാർട്ടികൾ ആശ്വാസം കണ്ടെത്തുന്നത്. ഇരുമുന്നണികൾക്കും ചേരുന്ന രാഷ്ട്രീയ ജാതകം ഉള്ളിൽ പേറുന്ന മണ്ണാണ് തിരുവിതാംകൂറിൻ്റേത്. അതുകൊണ്ട് തന്നെ അടിയൊഴുക്കുകൾ കണക്ക് തെറ്റിക്കുമെന്ന ആശങ്കയിലാണ് മുന്നണികൾ. തിരുവനന്തപുരം ജില്ലയിലെ 14 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേരിടുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നത് ഉറപ്പാണ്. ആറ്റിങ്ങലും ചിറയൻകീഴും അട്ടിമറികൾ സംഭവിക്കുമെന്ന് എതിരാളികൾ പോലും കരുതുന്നില്ല. വാമനപുരവും കോവളവും നിലനിർത്തുമെന്നാണ് LDF അവകാശപ്പെടുന്നത്. നെടുമങ്ങാട്ട് ത്രികോണ മത്സരം C ദിവാകരന് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നു. പാറശാലയിലും നെയ്യാറ്റിൻകരയിലും നിലവിലെ MLA മാർ വെള്ളം കുടിക്കുകയാണെന്ന് നിരീക്ഷകർ പറയുന്നു. വർക്കലയിൽ നായർ വോട്ടുകളുടെ തോത് എങ്ങോട്ടെന്നത് വിജയസാധ്യതയെ ബാധിക്കും. സിറ്റിയിലെ 4 മണ്ഡലങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ്. നേമവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും കഴക്കൂട്ടവും എങ്ങനെ ചിന്തിക്കുമെന്ന് ഇനിയും പറയാറായിട്ടില്ല. ഏത് ഗവൺമെൻറ് ഭരിച്ചാലും ഒരു പരിധിവരെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടാവുക സ്വാഭാവികമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയുള്ള വികാരത്തിന് ഒരു സ്വാഭാവികമായിട്ടും ഒരു രൂപമുണ്ട്. കാരണം അഴിമതിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായ തകർത്തതിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രധാനപ്പെട്ട ഘടകം. സ്വതവേ ചുവന്ന കൊല്ലത്ത് കാര്യങ്ങളെല്ലാം ഭദ്രമെന്ന് LDF അവകാശപ്പെടുമ്പോൾ 2 മണ്ഡലം പിടിച്ചെടുക്കുമെന്നാണ് UDF തറപ്പിച്ചു പറയുന്നത്. ദാവീദും ഗോലിയാത്തും പോരാട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന മത്സരമാണ് ചവറയിലേത്. ആദ്യഘട്ടത്തിലെ മേൽക്കൈ നഷ്ടമായെന്ന് UDF കേന്ദ്രങ്ങൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നു. ആഞ്ഞു പിടിച്ചാൽ കരുനാഗപ്പള്ളി കൂടി പിടിച്ചെടുക്കാമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വിശ്വാസം. എന്നാൽ കരുനാഗപ്പള്ളിയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേണ്ടെന്ന് LDFും പറയുന്നു. ചാത്തന്നൂർ, ചടയമംഗലം, കുന്നത്തൂർ, പത്തനാപുരം, കൊട്ടാരക്കര, പുനലൂർ എന്നിവിടങ്ങളിൽ മത്സരമില്ല എന്ന് തന്നെ പറയാം.
കൊല്ലം, ഇരവിപുരം എന്നീ മണ്ഡലങ്ങളിൽ കശുവണ്ടി തൊഴിലാളികൾ തീരുമാനിക്കും ആരെ വിജയിപ്പിക്കണമെന്നത്. കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. പത്തനംതിട്ടയിൽ LDFന്റെ കൈവശമുള്ള അടൂരും റാന്നിയും നിലനിർത്തുമെന്ന് ഉറപ്പാണ്. തിരുവല്ലയിൽ മാത്യു ടി തോമസിന് അനുകൂലമാണ് കാറ്റെന്ന് LDF കരുതുന്നു. പടലപ്പിളക്കണങ്ങളിൽപ്പെട്ട് ജോസഫം പുതുശ്ശേരിയുടെ നിലതെറ്റാനാണ് സാധ്യതയെന്ന് അവർ പറയുന്നു. ആറന്മുളയിലും കോന്നിയിലും ഇരു മുന്നണികളും വിജയത്തിനായി തുഴയുകയാണ്. തിരുവിതാംകൂറിലെ പകുതിയിലേറെ മണ്ഡലങ്ങളിൽ വ്യക്തമായ മേൽക്കൈ LDFനുണ്ടെന്ന് തന്നെ പറയാം. 7 മുതൽ 10 സീറ്റുകൾ വരെ ഇടതുപക്ഷം അധികമായി പിടിക്കുമെന്നതാണ് LDF കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരിക്കുന്ന ചില സീറ്റുകൾ തട്ടിയെടുക്കാമെന്ന് UDFും കണക്കുകൂട്ടുന്നു. എന്നാൽ എല്ലാവരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കാൻ പ്രാപ്തിയുള്ളവരാണ് തങ്ങളെന്ന് BJPയും അവകാശപ്പെടുമ്പോൾ കണക്കുകൾ അപ്രസക്തവും മത്സരം പ്രവചനാതീതവുമാകുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. മലബാറിൽ മികച്ച മുന്നേറ്റമുണ്ടാക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. മഞ്ചേശ്വരത്തും പാലക്കാട്ടും ശക്തമായ സാന്നിധ്യമായി NDAയും രംഗത്തുണ്ട്. LDFന്റെ സമുന്നത നേതാക്കളായ പിണറായി വിജയന്റെയും VS അച്യുതാനന്ദന്റെയും സ്ഥാനാർത്ഥിത്വമാണ് മലബാറിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളായ ജില്ലകൾ ഉൾപ്പെടുന്ന മലബാറിൽ വൻ മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. കണ്ണൂരും കോഴിക്കോട്ടും കാസർകോട്ടും മലപ്പുറത്തും പാലക്കാട്ടും വയനാട്ടിലുമെല്ലാം മികച്ച വിജയം നേടാനാകുമെന്നാണ് LDF നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതേസമയം സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താനാകുമെന്നും മറ്റ് മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നുമാണ് UDFന്റെ വിലയിരുത്തൽ. മഞ്ചേശ്വരത്തും പാലക്കാട്ടും NDAയും വിജയപ്രതീക്ഷ പുലർത്തുന്നു. മലബാറിലെ 6 ജില്ലകളിലായി 60 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. 2011 തെരഞ്ഞെടുപ്പിൽ 32 സീറ്റുകൾ UDF നേടിയപ്പോൾ 28 LDF വിജയിച്ചു. LDFന്റെ സമുന്നത നേതാക്കളായ പിണറായി വിജയനും VS അച്യുതാനന്ദനും ജനവിധി തേടുന്നത് മലബാറിലെ മണ്ഡലങ്ങളിലാണ്. ധർമ്മടത്തും മലമ്പുഴയിലും എതിർ സ്ഥാനാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി ഇരു നേതാക്കളും പ്രയാണം തുടരുകയാണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ മട്ടന്നൂരിലും AK ബാലൻ തരൂരിലും KK ശൈലജ കൂത്തുപറമ്പിലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും ജനവിധി തേടുന്നു. മന്ത്രിമാരായ KC ജോസഫ്, KP മോഹനൻ, MK മുനീർ, PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്, മഞ്ഞളാംകുഴി അലി തുടങ്ങിയവരാണ് UDF നിരയിലെ പ്രമുഖർ. അഴീക്കോട്, കൂത്തുപറമ്പ്, ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ, കൽപ്പറ്റ, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കൊടുവള്ളി, താനൂർ, മങ്കട, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പട്ടാമ്പി, തൃത്താല എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. പട്ടാമ്പിയിലെ UDF സ്ഥാനാർത്ഥി CP മുഹമ്മദ് വോട്ടർമാർക്ക് കാശ് നൽകിയത് വൻ വിവാദമായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ A. സജീവൻ. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും മലബാറിനൊരു പ്രത്യേകതയുണ്ട്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും. അത് LDFന് ശക്തി കൊടുക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് മലബാർ എപ്പോഴും മാറാറുള്ളത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. എന്തെങ്കിലും ചെറിയ 5 വർഷത്തിനിടയിൽ മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകൾ. അത് 1.5% മുതൽ 3% വരെയുള്ള ആളുകളാണ് ഈ വിധി നിർണ്ണയം നടത്തുന്നത്. അവർ നിഷ്പക്ഷ വോട്ടർമാരാണ്. അവർ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് മാത്രം കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. അവർ പലപ്പോഴും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന സംഭവങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും വോട്ട് ചെയ്യുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, CPIM നേതാക്കളായ സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, കോൺഗ്രസ് നേതാവ് AK ആന്റണി എന്നിവർ പ്രചാരണത്തിനായി മലബാറിലെത്തിയിരുന്നു. അഴിമതിയും വിലക്കയറ്റവും ജിഷ കൊലപാതകവും ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രിയുടെ സോമാലിയ പ്രയോഗവും മലബാറിലെ പ്രചാരണ രംഗത്തെ ചൂടേറിയ ചർച്ചാ വിഷയമാണ്. PV കുട്ടൻ, കോഴിക്കോട്. പട്ടാമ്പിയിലെ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാർ എന്ന പട്ടാമ്പിയിലെത്തും. വൈകിട്ട് 4 മണിക്ക് പട്ടാമ്പിയിൽ നടക്കുന്ന യുവജന വിദ്യാർത്ഥി സംഗമം കനയ്യ ഉദ്ഘാടനം ചെയ്യും. സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിൻ, യുവജന വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എന്നിവർ കൂട്ടായ്മയിൽ സംസാരിക്കും. കനയ്യകുമാറിന്റെ സഹപാഠിയും AISF JNU യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൊഹസിൻ. CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ആവേശോജ്വല സ്വീകരണമാണ് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ലഭിച്ചത്. കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പനെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുത്തത്. കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പന്റെ വീട്ടിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ലഭിച്ചത്. മേനപ്രത്ത് ശയ്യാവലംബിയായ പുഷ്പനെ കണ്ട് സംസാരിച്ച ശേഷം പുസ്തകത്താളിൽ യെച്ചൂരി ഇങ്ങനെ എഴുതി: പുഷ്പൻ അങ്ങ് പോരാളികൾക്കെന്നും ആവേശവും ഊർജവുമാണ്. Welcome. Pushpan continues to remain a living inspiration for all the comrades and people who are struggling for a society where there is no oppression, for emancipation and liberation.
He is a symbol of that courage and conviction, and he'll inspire many generations. അടുത്തതായി തലശ്ശേരിയിൽ AN ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. വൻ സദസ്സായിരുന്നു കത്തുന്ന വെയിലിലും അദ്ദേഹത്തെ കാത്തിരുന്നത്. വർഗീയതയെ വളർത്താനുള്ള ഒത്തുകളികളാണ് BJPയും UDFും നടത്തുന്നതെന്നും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമെന്ന് പറയുന്ന BJP രാജസ്ഥാനിലും മധ്യപ്രദേശിലും തൊഴിലാളി വിരുദ്ധ നയങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും സാമൂഹ്യ സമത്വത്തിനും പുരോഗതിക്കും ഇടതുപക്ഷം അധികാരത്തിലെത്തേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. They tell you that government employees must vote for the BJP because they'll protect the government employees. It's the same government that today is bringing the worst anti-labor laws in the country. It is the BJP governments in Rajasthan and Madhya Pradesh which have implemented anti-labor laws. തളിപ്പറമ്പിൽ ജെയിംസ് മാത്യുവിന്റെ റാലിയിലും വൻ ജനാവലിയാണ് യെച്ചൂരിയെ സ്വീകരിച്ചത്. കനത്ത മഴയിലും ആയിരക്കണക്കിന് ആളുകൾ പയ്യന്നൂരിൽ നടന്ന ശ്രീകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ യെച്ചൂരിയെ കാണാനെത്തി. തലശ്ശേരിയിൽ AN ഷംസീറിന് വേണ്ടിയും തളിപ്പറമ്പിൽ ജെയിംസ് മാത്യുവിന് വേണ്ടിയും പയ്യന്നൂരിൽ ശ്രീകൃഷ്ണന് വേണ്ടിയും സീതാറാം യെച്ചൂരി പൊതുയോഗത്തിലെത്തിയപ്പോൾ ആയിരങ്ങളാണ് അദ്ദേഹത്തെ കാണാനെത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. ജിഷ കൊല്ലപ്പെട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും കൊലയാളികളെക്കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ പോലീസ് നട്ടം തിരിയുന്നു. എന്തിനായിരുന്നു ഈ ക്രൂര കൊലപാതകമെന്ന ചോദ്യത്തിനും പോലീസിന് ഇതുവരെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. വിരലടയാള പരിശോധന തുടർച്ചയായി പരാജയപ്പെട്ടതോടെ ബലാത്സംഗ കേസിൽ നേരത്തെ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങിയവരെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും തുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഒരിക്കൽ ചോദ്യം ചെയ്തവരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ജിഷയുടെ കൊലയാളിയെ കണ്ടെത്താൻ ആധാറുമായി ബന്ധപ്പെടുത്തിയുള്ള പോലീസിന്റെ വിരലടയാള പരിശോധന പാളിയിരുന്നു. ഇതേ തുടർന്നാണ് ബലാത്സംഗ കേസുകളിൽ പിടിക്കപ്പെടുകയും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയും ചെയ്തവരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങിയ 219 പേരുടെ വിവരമാണ് പോലീസ് ശേഖരിച്ചിരിക്കുന്നത്. ഇതിൽ പകുതിയോളം പേരെ പോലീസ് ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇവർക്ക് കൊലപാതകത്തിൽ പങ്കുള്ളതായി പോലീസിന് കണ്ടെത്താനായിട്ടില്ല. ജിഷയുടെ ശരീരത്തിലെ കടിയേറ്റ പാടുകളിൽ നിന്ന് വിടവോടുകൂടിയ പല്ലുകളുള്ള വ്യക്തിയാണ് കൊലപാതകിയെന്ന് പോലീസ് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ലൈംഗികാതിക്രമം നടത്തി നേരത്തെ ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇത്തരം ലക്ഷണങ്ങളുള്ളവർ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം ജിഷയുടെ അയൽവാസിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു. നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ച ആളെ തന്നെയാണ് പോലീസ് വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ഇയാൾക്കെതിരെ ജിഷയുടെ അമ്മ നേരത്തെ പരാതി പറഞ്ഞിരുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അയൽവാസിയെ വീണ്ടും ചോദ്യം ചെയ്തത്. എന്നാൽ ഇയാൾക്കും കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. KM ഉമേഷ്, കൊച്ചി.